പച്ചമുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ എല്ലാ ദിവസവും പച്ചമുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. കാരണം ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് ഒരു പുതിയ വിഭവം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ എപ്പോഴും ആ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണം, എന്തോ ഒരു കിടിലം വിഭവമായിട്ടാണ് പാർവതി വന്നിരിക്കുന്നത്. അതെ, ഒരു നോൺ വെജ് വിഭവമാണ്. എല്ലാവർക്കും തന്നെ ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊരു ആഘോഷങ്ങളുണ്ടെങ്കിലും നോൺ വെജ് മാറ്റി നിർത്തിയ ഒരു ആഘോഷം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, അല്ലേ? കാരണം ചിക്കൻ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഫിഷ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ എന്താ പറയണേ ബീഫ് ഒഴിവാക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല, അല്ലേ? എത്ര ഡയറ്റ് എടുത്താലും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കാണുമ്പം നമ്മളെല്ലാം തന്നെ മറന്നു പോകും, അല്ലേ? അല്ലെങ്കിൽ എല്ലാ പിണക്കങ്ങളും മറന്നു പോകും. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം അല്ലെങ്കിൽ നല്ലൊരു ഡിഷ് ഉണ്ടാക്കി വരുവാണെങ്കിൽ നമുക്ക് അവരോടുള്ള പരിഭവം എല്ലാം തന്നെ മാറിക്കിട്ടും. ഞാനങ്ങനെ പരിഭവം മാറ്റുന്ന ആളാണ്. അപ്പോൾ ഫുഡിന് അങ്ങനെയുണ്ട് ഒരു ഗുണം. എല്ലാ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റാനും എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ട് എന്ത് ഉണ്ടാക്കി കൊടുത്താലും അതിന് നല്ല രുചിയായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്നൊരു കിടിലം വിഭവമായിട്ടാണ് നമ്മുടെ ഷർജീല വന്നിരിക്കുന്നത്. ഷർജീല റിയാസ് എന്നാണ് പേര്. പച്ചമുളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷർജീല റിയാസ് എന്തോ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമുക്ക് പച്ചമുളകിൽ കൂടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സ്പൈസി ക്രീമി ചിക്കനാണ്. ഓക്കെ, ഭയങ്കര സ്പൈസി ആയിരിക്കും, അതോടൊപ്പം തന്നെ കുറച്ച് അതന്നെ സ്പൈസി ക്രീമി ചിക്കനാണ്. എന്തുമാത്രം ചിക്കൻ്റെ വിഭവങ്ങളാണ്. കാരണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും വീട്ടിൽ സ്ഥിരമല്ലേ ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ, ഇങ്ങനെ ഒരു ഇതല്ലാതെ തന്നെ ഇപ്പം ചിക്കനിൽ തന്നെ എന്തുമാത്രം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോട്ടൽസിൽ പോലും എനിക്കൊന്ന് ഈ കാലിക്കട്ട് വന്നിട്ട് എല്ലാ ഹോട്ടൽസിലും കിട്ടുന്ന വിഭവങ്ങളൊക്കെ കാട്ടും വീട്ടിലൊരുക്കുന്ന സാധാരണ അമ്മമാരൊക്കെ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നത് ഷർജീല റിയാസ്. ഷർജീല റിയാസ് വേറെ ജോലി എന്തെങ്കിലും ഉണ്ടോ? ഹൗസ് വൈഫാണോ? ഞാൻ ഹൗസ് വൈഫാണ്, വീട്ടിൽ നിന്ന് തന്നെ കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. വാവ്. അപ്പോൾ ഷർജീല റിയാസ് എന്താണ് ഫാമിലിയുടെ ഒക്കെ ഈ ഒരു എന്തായാലും കുക്കിങ്ങിൽ സജീവമാണ്. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ഞാൻ മാരേജിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഹസ്ബൻഡ് നന്നായി കുക്ക് ചെയ്യും, ഹസ്ബൻഡിൻ്റെ ഉമ്മ നന്നായി കുക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഒരു ഹസ്ബൻഡ് നല്ല പിടിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഷർജീല ചോദിച്ചത്. ഒരു രക്ഷയില്ല, പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ അല്ലേ? ചില വീട്ടിലെ ചില ആൾക്കാർക്ക് ഹോട്ടൽ ഭക്ഷണത്തിനോടാണ് ഇഷ്ടം. അങ്ങനെയുള്ളവരുടെ ഭാര്യമാർ ഭയങ്കര കുഴിമടിച്ചുള്ള എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഭക്ഷണം നല്ല ടേസ്റ്റോടെയൊക്കെ കഴിക്കുന്ന ആണുങ്ങളുടെ എന്താ പറയുക ആളുടെ വൈഫ് എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യും. കാരണം അവർക്ക് അപ്പോഴാണല്ലോ കുക്ക് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നുന്നത്. അതും ഒരു സ്നേഹത്തിന്റെ പിറയിലാണ് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവണം, അല്ലേ? അപ്പൊ നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ്. നല്ല പുള്ളി ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യും. കുട്ടികളൊക്കെ 2 മക്കളാണ്. മൂത്താള് പെണ്ണ്, രണ്ടാമത്തേതാണ്. എത്ര പഠിക്കുവാണോ? മോള് 4ാം ക്ലാസ്സിലാണ്, മോൻ 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ ഇടയിലാണ് ഒരു കാറ്ററിംഗ് ഇത് സർവീസൊക്കെ നടത്തുന്ന ഗ്രേറ്റ് ജോബ്. അപ്പോൾ നമുക്ക് ഷർജീലയുടെ സ്പൈസി ക്രീമി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. സ്പൈസി ക്രീമി ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ഇവിടെ ചിക്കൻ എല്ലോടുകൂടി തന്നെ ഇടത്തരം ചെറിയ കഷ്ണങ്ങളാക്കിയത്, സവാള ചതുരത്തിൽ അരിഞ്ഞത്, പിന്നെ പച്ചമല്ലി അത് പൊടിക്കാത്ത മല്ലിയാണ്, പിന്നെ കറിവേപ്പില, മല്ലിയില, പെപ്പർ, കുരുമുളക് അതും പൊടിക്കാത്തതാണ്, വറ്റൽമുളക്, മല്ലിയില, ഇഞ്ചി, തേങ്ങാപ്പാൽ തനിപ്പാലാണ് എടുത്തേക്കണേ, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല ജീരകം, പിന്നെ ക്രീം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം. അതാണ് തോന്നുന്നത് ക്രീമി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ പെരുംജീരകം, നല്ല ജീരകം, വെളുത്തുള്ളി, ഇത്രയാണ്. പിന്നെ ഓയിൽ ടു ഫ്രൈ. സാധാരണ നമ്മൾ വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ. അപ്പം എങ്ങനെയാണിത് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ആദ്യത്തെ സംഭവം എന്താണ്? നമുക്ക് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റൽമുളക്, മല്ലി, പട്ട നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് പാനിൽ. അപ്പം മല്ലി, പച്ചമല്ലി ഏതാ പൊടിച്ചെടുക്കേണ്ടത്? പച്ചമല്ലി, വറ്റൽമുളക്, കുരുമുളക്, പിന്നെ നല്ല ജീരകം, പെരുംജീരകം, പട്ട, ഏലക്ക, പൂവ് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ. ഇത് ഓൺ റെസിപ്പിയാണോ? ഓൺ റെസിപ്പി ആയത് ഒരു മറാത്തി ചിക്കൻ സ്റ്റൈലാണ്. അത് ഞാൻ കേരളത്തിലോട്ട് കൊണ്ടുവന്ന തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. ഓക്കെ. അപ്പോൾ ഷർജീല മറാത്തി മുതൽ കേരളം യാത്രയുടെ ശേഷം കണ്ടുപിടിച്ച
പഠിച്ച ഒരു റെസിപ്പിയാണ്. കളിയാക്കിയതല്ല കേട്ടോ, കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം ഓരോ ടേസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിച്ചതിന് പിന്നെ നമ്മുടേതായ ചില ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ട് മാറും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ ആ ക്രീം, ഫ്രഷ് ക്രീം ഇല്ലേ, ഇത്രയും നാടൻ വിഭവങ്ങളുടെ കൂടെ ആ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ എങ്ങനെയായിരിക്കും ആ തേങ്ങാപ്പാലും ആ ഫ്രഷ് ക്രീമും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. ഓക്കെ. മുളക് നമുക്കത് ഓരോരുത്തരുടെ താല്പര്യം പോലെ എരിവിനനുസരിച്ച് നമുക്ക് കുറച്ച് സ്പൈസി ആയിക്കോട്ടെ അല്ലേ. നമുക്ക് ഇച്ചിരി സ്പൈസി ആയിക്കോട്ടെ, ഇച്ചിരി എരിവൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പച്ചമല്ലി കുരുമുളക്. ഇതൊക്കെ എനിക്കത് ഷർജീലയുടെ ഒരു കണക്കുണ്ട്. അതെ, എനിക്ക് കൈയളവാണെങ്കിൽ സ്പൂണിൽ ഓരോരുത്തർക്കും ഓരോ അളവാണ്. കാരണം ചിലർക്ക് കൈ കൊണ്ട് ഇടണതാണ്, ചിലർക്ക് ഒരു വശം, ചിലർക്ക് സ്പൂൺ കൊണ്ടാണ് കണക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴേ സ്പൂണിന്റെ കണക്കേ പറയാനേ അറിയത്തുള്ളൂ. ഇപ്പൊ ടീസ്പൂണ്, ടേബിൾ സ്പൂണ്, അതിന്റെ ഹാഫ് അതൊക്കെ പറയല്ലോ. ചിലർക്ക് ഇങ്ങനെ ഗ്രാം അങ്ങനത്തെ സംഭവങ്ങൾ 250 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ബുദ്ധി കുറഞ്ഞിട്ടുണ്ടാകുന്നതുകൊണ്ടാണ്, അതിന് ഒരു അഹങ്കാരമില്ല. അതെനിക്കൊരു ആർട്ടിഫിഷ്യൽ ആയി പോയി, ഇതാവുമ്പോൾ നാച്ചുറൽ ആയി. അതെ. അപ്പൊ അതിനകത്ത് നല്ല പെരുജീരകം കിട്ടോ? പെരുജീരകം, നല്ല ജീരകം, കുരുമുളക്, പച്ചമല്ലി, വറ്റൽമുളക്, പട്ട, പൂവ്, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും വറുത്തൽ. എനിക്ക് ജീരകം, പെരുജീരകം ഒക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഈ മസാല നമുക്കിനി പൊടിച്ചെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഈ ചൂടാക്കിയ ഈ ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരുജീരകം, നല്ല ജീരകം, വറ്റൽ മുളക്, പിന്നെ നമ്മുടെ സ്റ്റാർ അനൈസ് അല്ലേ, ഓക്കെ, അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി അല്ലേ, ഇഞ്ചി ഫ്രഷ് ആയിട്ട് തന്നെ ഇടുകയാണേ, ചോപ്പ് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഇതിനകത്ത് കയറി ഇച്ചിരി ഒരു വെള്ളമയം വരും, കുഴപ്പമില്ലല്ലോ അല്ലേ. മെയിൻ മസാല തയ്യാറായിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താ ഷർജില? ഇനി ചിക്കൻ നമുക്ക് മസാല ചിക്കൻ തേക്കാം. ഇതിനകത്ത് മുളക് പൊടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ആ മസാലയും എനിക്കൊന്ന് ഇതിനകത്തൊരു എരിവെന്ന് പറയുന്ന വറ്റൽമുളകും കുരുമുളകും മാത്രമാണ് ഇതിൻ്റെ അകത്ത് എരിവ്. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്തത്. ബാക്കി എല്ലാ മസാലക്കൂട്ടും ചൂടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തിട്ട് നമ്മൾ ചൂടാക്കിയിട്ടില്ല, അത് ഫ്രഷ് ആയിട്ടാണ് ചേർത്തത്. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് വെക്കണം. മസാല പിടിക്കുന്നവർ ഇതിപ്പോ പുളി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ, തൈരോ, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുണ്ടാക്കാം. എന്നാലും അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ പോവും അല്ലേ, മല്ലിന്റെ എല്ലാം കൂടെ ഫ്രഷ് ആയിട്ട് ചേർത്ത്. ഇനി അത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്തും സവാളയും കൂടി നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ തേങ്ങാക്കൊത്തും സവാളയും കൂടെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട്. സവാളയും തേങ്ങാക്കൊത്തും അതൊരു നല്ലൊരു സംഭവം കേട്ടോ. സവാളയും തേങ്ങാക്കൊത്തും കൂടെ അരയുമ്പം നല്ലൊരു ടേസ്റ്റ് വരും. ശരിക്കും മറാത്തി ചിക്കനാണ് ഈ സവാളയും തേങ്ങാക്കൊത്തും വരുന്നത്. അപ്പോൾ
അപ്പോൾ ഏകദേശം നല്ല പോലെ അരഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും തേങ്ങാക്കൊത്തും. അപ്പോൾ നമുക്ക് പാൻ വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ലേശം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും അല്ലേ. ഫ്രഷ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുളക് പൊടിയൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയും കുരുമുളകും ഒക്കെ അങ്ങനെ തന്നെ ചേർത്തിരിക്കുകയാണ്. വേറെ അതിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റ് എനിക്കൊന്ന് ഗരം മസാലയ്ക്ക് പകരമാണ് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ടയൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ടാണ് ചേർത്തേക്കുന്നത്. ഒന്നും പൗഡർ ചെയ്തല്ല ചേർത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെപ്പറേറ്റ് അല്ലേ അരച്ച് ഒന്ന് ഒരു അതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഈ തേങ്ങാക്കൊത്ത് സവോള പിന്നെ ഫ്രഷ് ക്രീമും ഒക്കെ അത് നമ്മുടെ ഷർജീല സ്പെഷ്യലാണ്. എനിക്കത് നല്ലതായിരിക്കും. എനിക്കൊന്ന് ചപ്പാത്തിയുടെ കൂടെ അല്ലേ പത്തിരിന്റെ കൂടെ നെയ് പത്തിരി അല്ലേ അത് തന്നെ. വാ നെയ് പത്തിരി, നല്ല പത്തിരി, അരിപ്പത്തിരി, അതുപോലെ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു വിഭവമാണ്. ഒരു വെറൈറ്റിയാണ്. കാരണം എപ്പോഴും നമ്മൾ ചിക്കൻ അല്ലേ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതിലും വെറൈറ്റിയാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാണേ. അപ്പം ഇത് വറുത്ത് വരുമ്പോഴേ വെളുത്തിരിക്കുമോ? അത് ശരിക്കും ഇതിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യൂല. ഞാനിതിൽ മഞ്ഞൾ ഇടുന്നുണ്ട്. ആ ഗ്രേവിയിൽ കുറച്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഞാനിവിടുന്ന് ഈ പച്ചമുളകിൽ ഓരോരുത്തരൊന്ന് കാണിക്കുന്ന ഞാൻ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചിക്കൻ ഒരു കാര്യം ഷർജിൽ ഇത് മൂടി വെച്ചല്ല വേവിക്കുന്നത്. മൂടി വെച്ച് ആവി കയറി ആ മസാലയൊക്കെ എണ്ണയിലേക്ക് വീണ് അതിൻ്റെ ആ ഒരു ഇത് പോകും. ഇത് മൂടി വെക്കാതെ ആണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വറ്റൽമുളകും മല്ലിയിലയുടെയൊക്കെ നല്ലപോലെ അരഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. നല്ലപോലെ പൊടിക്കേണ്ട കാര്യമില്ല. കാരണം ചൂടാക്കിയ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു നൈസ് പൗഡർ ആവേണ്ട കാര്യമില്ല. മറിച്ചിടാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഷർജിൽ എന്താണ് വീട്ടിൽ കാറ്ററിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെ ചെയ്തു കൊടുക്കും നിങ്ങൾ? ഞാൻ ഡെയിലി സ്നാക്സ് ഐറ്റംസ് ബേക്കറീസിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്നാക്ക് ഐറ്റം? കട്ട്ലേറ്റ്, സമൂസ, ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ചട്ടിപ്പത്തിരി ഭയങ്കര സംഭവമാണല്ലേ ഇവിടെ? ശരി. അതൊക്കെ ഓരോ എത്ര ഓർഡർ ഡെയിലി ഇപ്പോൾ ബേക്കറീസിലേക്കൊക്കെ ഒരു 200 കട്ട്ലേറ്റും ഒക്കെ രാവിലെ. ഓ ഇതൊക്കെ എവിടെ? ഈ 2 പിള്ളേരെ വെച്ചിട്ട് ഇത് എവിടെ? അതാണ് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടാക്കാം. അതെന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികളാണോ? എന്നാൽ 4 അല്ലേ 4th സ്റ്റാൻഡേർഡിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികളാണ്. ഇത് രാവിലെ എണീക്കുമായിരിക്കും. രാവിലെ 5 മണിക്ക് എണീറ്റ് 10 മണിയാകുമ്പോഴൊക്കെ കഴിയും. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് ഷർജിലെല്ലാം പഠിച്ചത്? അതെ അതെ. എല്ലാം ഇവിടെ വന്ന് നോൺ വെജ് എല്ലാം ഹസ്ബൻഡിന്റെ ഉമ്മ നന്നായി വെറൈറ്റീസ് ഒക്കെ പരീക്ഷിക്കും. പ്രായം ഉണ്ടെങ്കിലും വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പരീക്ഷിച്ച് നോക്കാൻ. ഉണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ കാറ്ററിംഗ് ഈ യൂണിറ്റ് നടത്തുന്നുണ്ട്. കാറ്ററിംഗ് നടത്തുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആരെയും? ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കുറേ ഓർഡറുകളൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വിളിക്കും. അല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ പണിക്കാരായിട്ടൊന്നും വെക്കില്ല. ആരെയും അറിയുന്നവരെ വിളിച്ചിട്ട് കൂടെ. അപ്പം എന്താണ് കാറ്ററിംഗിന്റെ പേരെന്താ? പലഹാര ബക്കറ്റ്. ഓ പലഹാര ബക്കറ്റ്, ക്യൂട്ട്. നല്ലതായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കൊതി വരുവേ. പലഹാര ബക്കറ്റ് എന്നാണ് നമ്മുടെ ഷർജിലയുടെ കാറ്ററിംഗ് യൂണിറ്റിന്റെ പേര്. അപ്പം ഇഷ്ടംപോലെ പലഹാരങ്ങളാണ് ആ ബക്കറ്റ് നിറയല്ലേ. എന്താ എനിക്കൊരു ബക്കറ്റ് കൊണ്ടുവരാത്ത ഇന്ന്? ഞാൻ അറിയില്ലായിരുന്നു. അല്ല എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ കണ്ടില്ലേ ആ ചിക്കനിൽ ആ അരപ്പ് നല്ലപോലെ പൊതിഞ്ഞിരിപ്പുണ്ട്, വിട്ടു പോകുന്നില്ല. സാധാരണ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഈ അരപ്പ് നമ്മൾ എണ്ണയിൽ കിടക്കും. ഇതങ്ങനെ പോകുന്നില്ല. കറക്റ്റ് ആ എണ്ണയൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മളത് മാരിനേറ്റ് ചെയ്തുകൊണ്ടേ ആക്ച്വലി നമ്മൾ അധികം നേരം വെച്ചില്ലേ. എന്നിട്ട് അപ്പം ഒരു ഒത്തിരി അങ്ങ് അല്ലേ ഫ്രൈ ആവണ്ട. കുറച്ച് ഇനി നമ്മൾ അരപ്പില് ഈ ചിക്കൻ്റെ ഫ്രൈ കിടന്ന് നല്ലപോലെ തിളയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ തേങ്ങാക്കൊത്തും സവോളയും കൂടെ ഉള്ള അരച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്.
തേങ്ങയും അതായത് എന്താ സവാളയും ആ നുറുക്കിയ തേങ്ങയും അല്ലേ, അത് തേങ്ങാക്കൊത്തും കൂടെ അരച്ചത് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വന്ന് അതിലേക്ക് തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേരാനുണ്ട്, ഫ്രഷ് ക്രീം ചേരാനുണ്ട്, കുറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി, തുള്ളി മഞ്ഞൾപ്പൊടി ഇടാണ്, ലിറ്റിൽ ബിറ്റ്. ഈ ഒരു കോക്കനട്ട് ഗ്രേവി, അതായത് സവാളയും തേങ്ങാക്കൊത്തും കൂടെ ഉള്ള ഗ്രേവി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തില്ല. ഇനി ഈ ഒരു ഗ്രേവിക്കകത്ത് കിടന്ന് ഈ ചിക്കൻ ഇനി ഒന്ന് കുറച്ചും കൂടെ വെന്ത് വറ്റി വരണം. അപ്പം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ തേങ്ങാപ്പാലും ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാൻ. അപ്പം സ്പൈസി ക്രീമി ചിക്കൻ അറിഞ്ഞ് തന്നെയാണ് ഷർജീല ആ പേരിട്ടത്. തുള്ളി ഉപ്പ്. സത്യം പറഞ്ഞാൽ ആ ഉപ്പിൻ്റെ എനിക്കൊരിക്കലും സ്പൂണിൽ എന്ത് കറി ഉണ്ടാക്കിയാലും നമ്മൾ സ്പൂണിൽ ഉപ്പിട്ടാൽ എനിക്ക് തൃപ്തിയേ ആവില്ല. നമ്മൾ അതുപോലെ കൈ കൊണ്ട് എന്നിട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കണക്ക് ശരിയാകാൻ പറ്റും. ചിലപ്പോൾ ഒന്നെങ്കിൽ കൂടുതലാവും സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ. നമ്മുടെ ചിക്കൻ കറക്റ്റ് ആ ഗ്രേവി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇച്ചിരി എണ്ണ കൂടിപ്പോയോ എന്നുള്ളത്. പക്ഷെ അത് വറ്റി വന്നപ്പം കറക്റ്റായിട്ടുണ്ട് ആ തേങ്ങ എല്ലാം കൂടെ. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടല്ലേ തീ കുറച്ചിട്ട് നമ്മൾ നല്ല കട്ടി തനി പാലൊഴിക്കുകയാണ്. നല്ലൊരു റിച്ച് ആണ് കേട്ടോ ഇത്. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അല്ലേ, തേങ്ങയും സവോളയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം അത് അപ്പം തന്നെ നല്ല ഒരുവിധം നല്ലൊരു റിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി, ഫ്രഷ് ക്രീം അതിലേക്ക് മല്ലിയില ഇടാൻ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് തിളപ്പിക്കണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില അല്ലേ. അപ്പോൾ നല്ല ഫ്രഷ്ലി ചോപ്ഡ് കൊറിയൻഡർ ലീഫ് ഇട്ടിട്ടുണ്ട്. ഫ്രഷ് ക്രീം ആണ് ആഡ് ചെയ്യണത്. നല്ല ഞാൻ പറയട്ടെ, നല്ല അല്ലേ അരിപ്പത്തിരി, നല്ല നൈസ് പത്തിരിയുടെ നല്ല ബെസ്റ്റ് കറിയായിരിക്കും ഇത്. കാരണം ആ തേങ്ങാപ്പാലും ഫ്രഷ് ക്രീമും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല സാമാന്യ കറിയായിരിക്കും. കാരണം നല്ല ഗ്രേവി ആയിരിക്കും എന്ന് എനിക്കിത് കാണുമ്പോൾ അറിയാം. കഴിച്ചു നോക്കിയിട്ട് പറയാം ബാക്കി കാര്യം. പിന്നെ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില. സ്പൈസി ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഷർജീല? റെഡി അല്ലേ? ഓ റെഡി. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ പച്ചമുളകിൽ ഷർജീല നല്ല സ്പൈസി ക്രീമി ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റിന് ഒട്ടും കുറവ് തരില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ആ തേങ്ങയും എന്താ പറയുക ഫ്രഷ് ക്രീമും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒരു നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല ചൂട് പത്തിരിയുടെ കൂടെ നല്ല ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണിത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പം നമ്മുടെ ഷർജീലയ്ക്ക് ഈസ്റ്റേണിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൽ ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈസ്റ്റേൺ പച്ചമുളക് ഇന്നിവിടെ വിടവാകുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ കിടിലൻ വിഭവമായിട്ട് നമുക്ക് കാണാം. ബൈ.